എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഇപ്പോൾ വീണ്ടും ഇവിടെ എപ്പോൾ തുറന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ്. അതായത് എൻ്റെ വയറിന് ഇടയ്ക്കിടയ്ക്ക് ചില അസുഖമല്ല ഒരു അസുഖം വരാറുണ്ട്. അത് ഡോക്ടർമാർ അതിൻ്റെ ഗേഡെന്ന് പറയും. ഗ്യാസ്ട്രോ ഇസോഫേഗസ് റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അതിൻ്റെ ഉത്ഭവം. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. ഇന്നലെ രാത്രി മുതൽ ഭക്ഷണമൊന്നും വേണ്ട. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി ഞാൻ കഴുകി കുക്കറിലിടുകയാണ്. കഞ്ഞിയും ഒരു ഇഞ്ചി ചമ്മന്തി. ഇഞ്ചി ഈ അസുഖത്തിന് ഇഞ്ചി വളരെ നല്ലൊരു മരുന്നാണ്. അതുകൊണ്ട് ഇഞ്ചി ചമ്മന്തി അതിന് വേവിച്ചിട്ട് നല്ലപോലെ വേവിച്ച കഞ്ഞി. ഭക്ഷണമൊന്നും വേണ്ട. അതിന് ഗുളിക കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുകയാണെങ്കിൽ വൊമിറ്റിങ് തുടങ്ങിയാൽ പിന്നെ അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും. ഇതിപ്പോൾ വേഗം ഞാൻ കഞ്ഞിക്ക് വേണ്ടി ചമ്മന്തി അരയ്ക്കുന്നതിന് എടുത്ത് വച്ചേക്കുന്നതാണ്. കുറച്ച് ചെറിയ തേങ്ങ, ആവശ്യമുള്ള മുളക് പൊടി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ കല്ലുപ്പ്, ജീരകം, ഉള്ളി, ഒരു കഷ്ണം ഉള്ളി, ഇത്രയും കൂടെ ഞാൻ ഒന്ന് കട്ട ചമ്മന്തിയായിട്ട് അരച്ചെടുക്കട്ടെ കഞ്ഞിക്ക് വേണ്ടിയിട്ട്. എൻ്റെ കഞ്ഞി റെഡിയായി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് കൂടെ ചേർത്താൽ മതി. അതിന് വേണ്ടുന്ന ചമ്മന്തി ഞാൻ അരച്ച് കഴിഞ്ഞു. ഇഞ്ചിയാണ് കൂടുതൽ, പിന്നീട് വീണ്ടും കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കഴിഞ്ഞു. ഞാനിനി കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണ്. ഇഞ്ചി വരട്ടെ. അതൊന്നും വേണ്ട കേട്ടോ. ചൂട് കഞ്ഞിയും ചമ്മന്തിയും മാത്രം. പപ്പടം ഉണ്ട് വേണ്ട. എനിക്ക് വേണ്ട. വെള്ളം കൂടി ഒഴിക്കാം. ഞാനിനി എൻ്റെ കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞിയും ചമ്മന്തി. കഞ്ഞി കുടിച്ചോട്ടെ. ഭക്ഷണമൊന്നും വേണ്ട. വയറിനെ മെരുക്കിയെടുക്കണം. മെരുക്കിയെടുത്ത് നോർമലാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ കഴിച്ചത് ഉള്ളിയാത്തൊക്കെ പുഴുങ്ങിയതും ഒരു ഗ്ലാസ് കട്ടൻ ചായയും. വയറിനെ മെരുക്കുന്നുണ്ട്. ഡെയിലി ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. അത് കൂടാതെ വയറിന് എന്തോ ഒരു അപാകത. ഇഞ്ചി ചമ്മന്തി വേറെ ഒന്നും വേണ്ട. മുമ്പെല്ലാം ഇതുപോലെ അസുഖം വരുമ്പോൾ അമ്മ തേങ്ങയെല്ലാം ചുട്ട് മുളകെല്ലാം ചുട്ട് അമ്മിയിൽ വെച്ച് അരച്ച് തരും. നല്ല ടേസ്റ്റായിരിക്കും. ആ ചമ്മന്തിയുടെ രുചി നാക്കിന് ഇത്രയും വയസ്സായിട്ട് എനിക്കത് മാറിയിട്ടില്ല. ചമ്മന്തി ബെസ്റ്റ്. നിങ്ങളൊക്കെ ഊണ് കഴിഞ്ഞോ? എൻ്റെ ഉച്ചക്കുള്ള ഊണാണ്. മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ? നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. കാണാൻ സമയമില്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ടൊന്ന് നിങ്ങൾ ജോലി ചെയ്താൽ മതി. അവയെ കിട്ടിക്കോളും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇത്രയും ഞാൻ കുടിക്കട്ടെ. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.